വെൽക്കം ടു മാസ് ലേണിംഗ് ഹബ്. നമ്മൾ നോക്കാൻ പോകുന്ന BCOC 137 കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ യൂണിറ്റ് 6 ഫൈനൽ അക്കൗണ്ട്സും അതുപോലെ യൂണിറ്റ് 7 ഫൈനൽ അക്കൗണ്ട്സ് സെക്കൻഡ് പാർട്ടുമാണ്. അപ്പം യൂണിറ്റ് 6ൽ പറയുന്നത് ഏതൊരു ബിസിനസ് ഫേം ആയി കഴിഞ്ഞാലും എന്താണ് കമ്പനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുക എന്നുള്ളത്. എങ്ങനെയൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതുപോലെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ബാലൻസ് ഷീറ്റും തയ്യാറാക്കുക എന്നുള്ളത്. അപ്പം അതിനെക്കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിനകത്ത് പറയുന്നത്. കമ്പനി ഫൈനൽ അക്കൗണ്ട്സ്. ദ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ദ കമ്പനി റെഫേഴ്സ് ടു ദ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഓൾ ബിസിനസ് എൻ്റർപ്രൈസ് മസ്റ്റ് പ്രിപ്പയർ. എല്ലാ എൻ്റർപ്രൈസസ് എന്ത് ചെയ്യണം, നമ്മൾ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 അക്കൗണ്ട്സാണ് ബാലൻസ് ഷീറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ പീരീഡും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ പീരീഡും. അപ്പം അതിൻ്റെ ലീഗൽ റിക്വയർമെൻറ്റ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നതിൻ്റെ ലീഗൽ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ്. അതിലെന്തൊക്കെ വരുന്നതാണ് ഇൻകമായിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഇൻകം സൈഡിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സെയിൽ വാല്യൂ ഓഫ് ഗുഡ്സ് ഓർ ഇൻകം ഫ്രം സർവീസ് റെൻറ്റഡ്. നമ്മൾ ഗുഡ്സ് വിറ്റതിൻ്റെ ടോട്ടൽ സെയിൽസ് വാല്യൂ അല്ലെങ്കിൽ നമ്മൾ സർവീസസ് കൊടുത്തിരിക്കുന്നതിൻ്റെ ഇൻകമോ ടോട്ടൽ ഇൻകമോ ആഫ്റ്റർ ഡിഡക്റ്റിംഗ് അതിന് നമ്മൾ സെയിൽസ് റിട്ടേണോ അല്ലെങ്കിൽ ട്രേഡ് ഡിസ്കൗണ്ട് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമുള്ള ടോട്ടൽ സെയിൽസ് വാല്യൂ ഓഫ് ഗുഡ്സ് ഓർ ഇൻകം ഫ്രം സർവീസസ് റെൻറ്റഡ് ആണ് ടേൺ ഓവറിൽ വരിക. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ് നെക്സ്റ്റ് ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് ഓൺ ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇതിൽ എന്തൊക്കെ ഉൾപ്പെടും? ഇൻട്രസ്റ്റ് ഓൺ ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും, അഥവാ ലോണ് ആൻഡ് അഡ്വാൻസസ്, ആൻഡ് ഡിവിഡൻഡ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഷെയർ ആൻഡ് ഡിബെഞ്ചേഴ്സ്. ഇതൊക്കെ എന്ത് ചെയ്യും, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അത് നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രാൻസാക്ഷനിൽ ഉണ്ടായിട്ടുള്ള ഗെയിനും ലോസസും ഉണ്ടാകും. അതുപോലെ ഡിവിഡൻഡ് ഫ്രം സബ്സിഡറി കമ്പനീസ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന റിസീവ് ചെയ്തിരിക്കുന്ന ഇൻകം. ഇനി മിസ്ലേനിയസ് ഇൻകം, മറ്റ് സോഴ്സുകളിൽ നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള ഇൻകം, ലൈക്ക് ഇങ്ങനെ സച്ച് റെൻറ്റ് ഓർ റിക്കവറി ഓഫ് ഇൻഷുറൻസ് ക്ലെയിംസ് ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. ഇനി എക്സ്ട്രാ ഓർഡിനറി പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ റിക്കറിങ് പ്രോഫിറ്റ്സ് ആണ്, സച്ച് ആസ് ദോസ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ സ്റ്റോക്ക് വാല്യുവേഷൻ മെത്തേഡ്. അങ്ങനെ നമ്മൾക്ക് ഉണ്ടായിരിക്കുന്ന പ്രോഫിറ്റ്സ് ആണ് എക്സ്ട്രാ ഓർഡിനറി പ്രോഫിറ്റ്സ്. ഇതൊക്കെയാണ് ഇൻകം സൈഡിൽ വരുന്നത്. ഇനി എക്സ്പെൻസ് ആൻഡ് പ്രൊവിഷൻസിൽ വരുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓൾട്ടർനേറ്റീവ് ഷോസ് ആസ് ദ നെറ്റ് ചേഞ്ചസ് ഇൻ സ്റ്റോക്ക് വാല്യൂ. ഇനി നെക്സ്റ്റ് മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസസ്. റോ മെറ്റീരിയൽസ് എത്രയാണ് കൺസ്യൂം ചെയ്തിരിക്കുന്നത്, സ്റ്റോർ കൺസ്യൂമർ, പവർ ആൻഡ് ഫ്യൂവൽ, റെൻറ്റ്, റിപ്പയർസ്, ഇൻഷുറൻസ്, വേജസ്, കമ്മീഷൻ, ഡിപ്രീസിയേഷൻ, ഇൻട്രസ്റ്റ്, അതുപോലെ ഡയറക്റ്റ് റെമ്യൂണറേഷൻ. ഇതൊക്കെയാണ് മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസിൽ ഉൾപ്പെടുന്ന എക്സ്പെൻസസുകളും. ഇനി അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് റിസർവ്സ് ട്രാൻസ്ഫർ ചെയ്തത്, അതുപോലെ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് പേയ്മെൻറ്റ്സ്, ഡിബെഞ്ചർ റിഡംഷൻ റിസർവ്സ്, ഇതെന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. അതുപോലെ ക്യാരിഡ് ഫോർവേഡ് പ്രോഫിറ്റ്, ഇതൊക്കെയാണ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി 2 ഫോമാറ്റാണ് അത് കോമൺലി യൂസ് ചെയ്യുന്നത്. വെർട്ടിക്കൽ ഫോമും ഹൊറിസോണ്ടൽ ഫോമുമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. ടെക്സ്റ്റിനകത്തുണ്ട് അതെങ്ങനെയാണ് വരിക എന്നുള്ളത്. ഇനി സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കമ്പനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കമ്പനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നോ സെപ്പറേറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് റിക്വയർഡ്. നമുക്ക് വേറെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ഈസ് ഷോൺ ബിലോ ഇൻ ദ ലൈനും. അതുപോലെ പ്രീവിയസ് ഇയർ ഫിഗർ മസ്റ്റ് ബി, പ്രീവിയസ് ഇയറിലെ ഫിഗേഴ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കാണിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ സമറൈസ്ഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. പ്രസൻറ്റേഷൻ ക്യാൻ ബി വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ ഫോം. ഒന്നെങ്കിൽ നമ്മുടെ പ്രസൻറ്റേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോമായിട്ട് ഒന്നെങ്കിൽ വെർട്ടിക്കലോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ടൈപ്പ് ഫോമിലായിരിക്കാം. അത് ഈ ടൈപ്പ് വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ഫോം എങ്ങനെയാണെന്നുള്ള ടെക്സ്റ്റിനകത്തുണ്ട്. ഇനി ലീഗൽ റിക്വയർമെൻറ്റ്സ് ഫോർ കമ്പനി ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രോഫോം ഓഫ് ബാലൻസ് ഷീറ്റ് 2 ടൈപ്പിലാണ് ബാലൻസ് ഷീറ്റ് ഉള്ളത്. ഹൊറിസോണ്ടൽ ഫോമുണ്ട്, വെർട്ടിക്കൽ ഫോമുണ്ട്. അത് ടെക്സ്റ്റിനകത്തുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഫോമാറ്റ് എന്ന്. ഹൊറിസോണ്ടൽ ഫോമിൽ ലയബിലിറ്റീസ് ഓൺ ലെഫ്റ്റ്, അസറ്റ്സ് റൈറ്റ് സൈഡിലായിരിക്കും. വെർട്ടിക്കൽ ഫോമിലാണെങ്കിൽ ലയബിലിറ്റീസ് അണ്ടർ സോഴ്സ് ഓഫ് ഫണ്ട്സും അസറ്റ് അണ്ടർ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സിലായിരിക്കും ഉണ്ടാവുക.
ഇനി ലയബിലിറ്റീസ് ആൻഡ് അസറ്റ്സ് ഇൻ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ വരുന്ന ലയബിലിറ്റി അസറ്റ്സിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ലയബിലിറ്റി സൈഡിൽ ലയബിലിറ്റീസ് ആർ ഒബ്ലിഗേഷൻ എ കമ്പനി മസ്റ്റ് പേ ഇൻ ദ ഫ്യൂച്ചർ. എന്താണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്? എന്താണ്, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒബ്ലിഗേഷനാണ്. അതൊരു ഫ്യൂച്ചറിൽ പേ ചെയ്യേണ്ട പേ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനെ താഴെ പറയുന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഷെയർ ക്യാപിറ്റൽ, അഥവാ ഫണ്ട് റേസ്ഡ് ബൈ ഇഷ്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിലൂടെ നമ്മൾ റൈസ് ചെയ്തിരിക്കുന്ന ഫണ്ടാണ്, അഥവാ ഷെയർ ക്യാപിറ്റൽ ലയബിലിറ്റി സൈഡിൽ വരുന്നതാണ്. അതിൽ ഫസ്റ്റ് വൺ ഓതറൈസ്ഡ് ക്യാപിറ്റൽ, മാക്സിമം ഷെയർ ക്യാപിറ്റൽ എ കമ്പനി ക്യാൻ ഇഷ്യൂഡ് ക്യാപിറ്റൽ, പോർഷൻ ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫർ ടു സബ്സ്ക്രിപ്ഷൻ. ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷന് വേണ്ടി ഓഫർ ചെയ്തിരിക്കുന്നത്. അതുപോലെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഷെയർ ആക്ച്വലി ടേക്കൺ ബൈ ദ ഇൻവെസ്റ്റേഴ്സ് എത്രത്തോളമാണ് ഷെയർ എത്രയാണോ ശരിക്കും എടുത്തിട്ടുള്ളത്, അതാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് മാക്സിമം എത്രത്തോളമാണ് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ഷെയർ ക്യാപിറ്റലാണ്. മാക്സിമം ഷെയർ ക്യാപിറ്റൽ കമ്പനി ക്യാൻ ഇഷ്യൂ ആണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതിലെത്ര പോർഷനോളമാണ് സബ്സ്ക്രിപ്ഷന് വേണ്ടി ഓഫർ ചെയ്തിരിക്കുന്നത്. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ശരിക്കും എത്രത്തോളമാണ് അതിന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇഫ് ഷെയർ ഹോൾഡേഴ്സ് ഫെയിൽസ് ടു പേ ഫോർ ദ ഷെയർ പേ ചെയ്യുന്നതിൽ ഷെയർ ഹോൾഡേഴ്സ് ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അൺപെയ്ഡ് അമൗണ്ട്സിന് എന്ത് പറയും? കോൾ ഇൻ എറയർ എന്ന് പറയും. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ. നമ്മൾ കോൾസ് പേയ്മെൻറ്റ് ചെയ്യുന്നതിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാതിരുന്നതിനാൽ വരുന്ന ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റിംഗ് കോൾ ഇൻ അറേസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അൺപെയ്ഡ് എമൗണ്ടിനെ പറയുന്നതാണ് കോൾ ഇൻ അറേസ്. അത് നമ്മൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യും. ഇഫ് ഷെയർ ആർ ഫോർഫീച്ചർ ഡ്യൂ ടു നോൺ പേയ്മെൻറ്റ് കാരണം നമ്മൾ ഫോർഫീച്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫോർഫീച്ചർ എന്ന് പറഞ്ഞാൽ ഒന്നും ക്യാൻസൽ ചെയ്യുന്നതാണ്, ഷെയറിനെ ക്യാൻസൽ ചെയ്യുകയാണ്. ദ എമൗണ്ട് ഓൾറെഡി റിസീവ്ഡ് ഈസ് ആഡഡ് ടു സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. നമ്മൾ ഓൾറെഡി റിസീവ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ത് ചെയ്യും? സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൻ്റെ കൂടെ അത് ആഡ് ചെയ്യും. ഇനി റിസർവ്സ് ആൻഡ് സർപ്ലസസ്. അത് റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുമ്പോൾ റിട്ടേൺഡ് ഏർണിങ്സും ഫണ്ട് സെറ്റ് അസൈഡും ആയിരിക്കും. റിട്ടേൺ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേടിയിരിക്കുന്ന ഏർണിങ്സ്, അതുപോലെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഫണ്ട്സും ആയിരിക്കും ഇത് വരിക റിസർവ് ആൻഡ് സർപ്ലസസിൽ. ഫസ്റ്റ് വൺ ക്യാപിറ്റൽ റിസർവ്, പ്രോഫിറ്റ് ഫ്രം നോൺ ഓപ്പറേഷൻ സോഴ്സസ്. എക്സാമ്പിൾ സെയിൽ ഓഫ് അസറ്റ്സ് പോലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രോഫിറ്റ്സ് ആണ് ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവ് ക്രിയേറ്റഡ് ഫോർ റിഡീമിങ് പ്രിഫറൻസ് ഷെയർസ് നമ്മൾ റിഡീം ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ് റിസർവ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്സ്. അതുപോലെ ഷെയർ പ്രീമിയം അക്കൗണ്ട്, നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ നമ്മൾ മണി റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോകുന്നത് പ്രീമിയം അക്കൗണ്ടിലേക്കാണ്. അതുപോലെ ജനറൽ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ആവശ്യത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒരു പ്രോഫിറ്റിലൊരു പോർഷനാണ് ജനറൽ റിസർവിൽ വരിക. സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമെയിൻ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ സെറ്റിംഗ് അസൈഡ് റിസർവ്സ് ഒക്കെ മാറ്റി വെച്ചതിന് ശേഷം പിന്നീട് നമുക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റ്സ് ആണ് സർപ്ലസിൽ പോവുക. സിങ്കിങ് ഫണ്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. റിസർവ് സെറ്റ് അസൈഡ് ഫോർ ദ റീപേയിങ് ലയബിലിറ്റീസ് ഓർ റീപ്ലേസിങ് അസറ്റ്. നമ്മൾ ലയബിലിറ്റീസ് റീപേയ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന ഒരു ഫണ്ടാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത് സെക്യൂർഡ് ലോൺസ് ബാക്ക്ഡ് ബൈ സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ ഡിബെഞ്ചർ, ലോങ് ടേം ബോറോയിങ്സ്, അതുപോലെ ലോൺ ആൻഡ് അഡ്വാൻസ് ഫ്രം ബാങ്ക്സ്, ലോൺ ആൻഡ് അഡ്വാൻസസ് ഫ്രം സബ്സിഡറീസ്, അത് സെക്യൂർഡ് ലോൺസ്. ഇതിന് വന്നിരിക്കുന്ന ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും? ഇതിന് മുകളിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യും? ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇനി അൺസെക്യൂർഡ് ലോൺ വിത്തൗട്ട് സെക്യൂരിറ്റി നൽകാത്ത ലോൺസ് ആണെന്നുണ്ടെങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, പബ്ലിക് ഡെപ്പോസിറ്റ്സ് അഥവാ ലോൺ ഫ്രം സബ്സിഡറീസ്, ഷോർട്ട് ടേം ലോൺസ് ആയിട്ടുള്ള ഫ്രം ബാങ്ക് അല്ലെങ്കിൽ അത് മറ്റെവിടെന്നെങ്കിലും ഉള്ളത് ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ തീർക്കുന്ന ലോൺസ് ആയിരിക്കും ഷോർട്ട് ടേം ലോൺസ് എന്ന് പറയുന്നത്. അതുപോലെ അത് അൺസെക്യൂർഡ് ലോൺസ്, ഇതൊക്കെ അതിൽ നിന്ന് വന്നിരിക്കുന്ന ഇൻട്രസ്റ്റ് ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യും? ഇൻക്ലൂഡഡ് ആണ്. ഇനി കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് എന്തൊക്കെയാണ്? ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് ആണ് ടു ബി പെയ്ഡ് വിത്തിൻ ഇയർ. ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ തന്നെ, ഒരു ഇയർ ആ വർഷത്തിൽ തന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ലയബിലിറ്റീസ് ആയിരിക്കും. എന്തൊക്കെയാണ്? കറണ്ട് ലയബിലിറ്റീസിൽ വരുന്ന ബിൽസ് പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ്, നമ്മൾ സപ്ലൈസിന് പേയ്മെൻറ്റ് ചെയ്യാനുള്ളത്, ഷോർട്ട് ടേം ഡെപ്റ്റ്,
ടു സബ്സിഡറീസ്, അഡ്വാൻസ് പേയ്മെൻറ്റ് റിസീവ്ഡ്, അൺക്ലെയിംഡ് ഡിവിഡൻസ് നോട്ട് യെറ്റ് കളക്റ്റഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് കളക്ട് ചെയ്യാനുള്ള ഡിവിഡൻസുകൾ, ഇൻട്രസ്റ്റ് അക്യൂർഡ് ബട്ട് നോട്ട് യെറ്റ് ഡ്യൂ, ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും പക്ഷെ അത് ഡ്യൂ ആയിട്ടില്ല, അത്തരത്തിലുള്ളതൊക്കെയാണ് കറണ്ട് ലയബിലിറ്റിയിൽ വരിക, ലയബിലിറ്റി സൈഡിൽ. ഇനി പ്രൊവിഷൻസ്, ഫണ്ട് സെറ്റ് അസൈഡ് ഫോർ എക്സ്പെൻസസ് ഓർ ലോസസിനോ എക്സ്പെൻസിനോ വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഫണ്ട്സുകളാണ് പ്രൊവിഷൻസിൽ വരിക. പ്രൊവിഷൻ ഫോർ ടാക്സസ്, പ്രപ്പോസ്ഡ് ഡിവിഡൻസ്, പ്രൊവിഷൻ ഫോർ കോണ്ടിജൻസീസ് അഥവാ അൺഎക്സ്പെക്റ്റഡ് ലോസസിന് വേണ്ടി മാറ്റിവെക്കുന്ന ഫണ്ട്, പ്രൊവിഡൻറ്റ് ഫണ്ട് ഫോർ എംപ്ലോയീസ്, പെൻഷൻ അല്ലെങ്കിൽ എംപ്ലോയി ബെനിഫിറ്റ്സും, ഇതൊക്കെ എന്താണ് പ്രൊവിഷൻസിൽ ലയബിലിറ്റി സൈഡിലാണ് ഇതൊക്കെ വരിക. ഇനി കോണ്ടിജൻറ്റ് ലയബിലിറ്റീസ് അഥവാ പോസിബിൾ ഫ്യൂച്ചർ ലയബിലിറ്റീസ്, നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ലയബിലിറ്റീസുകൾ. ദീസ് ആർ നോട്ട് ആഡഡ് ടു ലയബിലിറ്റി ബട്ട് മെൻഷൻ ആസ് ഫുഡ് നോട്ട്. ഇത് ലയബിലിറ്റിയിൽ എന്ത് ചെയ്യില്ല, ഉൾപ്പെടുത്തില്ല, പക്ഷെ അത് ഫുഡ് നോട്ട് പോലെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. എക്സാമ്പിൾ എന്തൊക്കെയാണ്, ലീഗൽ ക്ലെയിംസ്, പെൻഡിങ് കോർട്ട് കേസസ്, അതുപോലെ അൺപെയ്ഡ് ലയബിലിറ്റി ഓർ പാർഷ്യലി പെയ്ഡ് ഷെയർസ്, അറേസ് ഓഫ് ഡിവിഡൻറ്റ് ഓൺ പ്രിഫറൻസ് ഷെയർസ്, അതുപോലെ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് നോട്ട് എക്സിക്യൂട്ടഡ്, അതർ പെൻഡിങ് ക്ലെയിംസ്, എക്സാമ്പിൾ കസ്റ്റമർ കോമ്പൻസേഷൻ ഫോർ ഡിലേഡ് ഡെലിവറി. ഇതൊക്കെ എന്ത് ചെയ്യും, ലയബിലിറ്റിയിൽ ഇൻക്ലൂഡഡ് ആകില്ല, പക്ഷേ ആഡ് ചെയ്യില്ല, പക്ഷേ അതെന്ത് ചെയ്യും, ഫുഡ് നോട്ട് പോലെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ലയബിലിറ്റീസാണ് ഇതൊക്കെ. ഇനി അസറ്റ് സൈഡിൽ എന്തൊക്കെയാണ് വരുന്നുള്ളതെന്നാണ്. അസറ്റ് എന്ന് പറയുമ്പം റിസോഴ്സസ് ഓൺഡ് ബൈ ദ കമ്പനിയാണ്. അപ്പോൾ ഫിക്സഡ് അസറ്റ് അഥവാ ലോങ് ടേം അസറ്റ്സിൽ വരുന്നത് ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ ആൻഡ് ഡിപ്രീസിയേഷൻ. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ, ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ, വെഹിക്കിൾ, അതൊക്കെ ആയിരിക്കും. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആയിട്ടുള്ള നോൺ ഫിസിക്കൽ ആയിട്ടുള്ള ഗുഡ് വില്ല്, പാറ്റൻറ്റ്, ട്രേഡ് മാർക്ക് ഒക്കെ വരും. ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അസറ്റ്സിൻ്റെ വാല്യൂന്ന് ഓവർ ടൈം നമുക്ക് ഡിഡക്ട് ചെയ്യുന്നതിൻ്റെ വിയർ ആൻഡ് ടിയർ കാരണം നമ്മൾ ഡിപ്രീസിയേഷൻ ഡിഡക്ട് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഫിക്സഡ് അസറ്റ് സൈഡിൽ വരിക. ഇൻവെസ്റ്റ്മെൻറ്റ്, മണി ഇൻവെസ്റ്റഡ് ഇൻ അതർ കമ്പനീസ് ഓർ സെക്യൂരിറ്റീസിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കമ്പനീസിലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിൽ വരിക. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വരും, ഷെയർ ആൻഡ് ഡിബഞ്ചർ ഓഫ് അതർ കമ്പനീസ് വരും, റിയൽ എസ്റ്റേറ്റ്, ലാൻഡും ബിൽഡിംഗ് വരും, ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ ദ പാർട്ണർഷിപ്പ് ഫേം. ഇതൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡിൽ വരിക. ഇനി കറണ്ട് അസറ്റ്, ലോണ് ആൻഡ് അഡ്വാൻസസും ഷോർട്ട് ടേം അസറ്റ്സ് ആണ്. അതെന്ത് ചെയ്യും, ദാറ്റ് ക്യാൻ ബി കൺവേർട്ട് ഇൻ ടു ക്യാഷ് വിത്തിൻ 1 ഇയർ. ഒരു വർഷത്തിനുള്ളിൽ തന്നെ അത് ക്യാഷായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അസറ്റ്സ് ആയിരിക്കും ഷോർട്ട് ടേം അസറ്റ്സ് ആണ്. അപ്പോൾ കറണ്ട് അസറ്റ്സിൽ വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് അക്യൂർഡ് ഓൺ ഇൻട്രസ്റ്റ് അക്യൂർഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇൻവെസ്റ്റിൻ്റെ മുകളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇൻട്രസ്റ്റ്, ഇൻവെൻട്രി അഥവാ നമ്മൾക്ക് ഇപ്പം നമ്മളെ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ്, അതുപോലെ സൺഡ്രി ഡെപ്റ്റേഴ്സ്, കസ്റ്റമർ ഹു ഓൺ മണി, നമ്മളെ നമ്മളെ സാധനം നമ്മൾ വിൽക്കുകയും നമ്മൾക്ക് കസ്റ്റമറെ കയ്യിൽ നിന്ന് പണം കിട്ടാനുണ്ട്, അപ്പം അവരെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയും. അപ്പം സൺഡ്രി ഡെപ്റ്റേഴ്സ് നമുക്ക് കറണ്ട് അസറ്റാണ്. അതിൽ സെക്യൂർഡ് ബാക്ക്ഡ് ബൈ കൊളാട്രൽ ഉണ്ട്, അൺസെക്യൂർഡ് നോ കൊളാട്രൽ, അതുപോലെ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ഉണ്ട്, മേ ബി നോട്ട് റിക്കവറബിൾ. എന്താണ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ അതിന് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതെങ്ങനെയാണ് പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ബാലൻസ് ഷീറ്റിൽ. അതുപോലെ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്, ഇതൊക്കെയാണ് കറണ്ട് അസറ്റിൽ വരിക. ഇനി ലോൺ ആൻഡ് അഡ്വാൻസസ്, മണി ഗിവൺ ടു അതേഴ്സ്, എന്താണ് അതിൽ വരിക, ലോൺ ടു സബ്സിഡറീസ്, ലോൺ ടു പാർട്ട്ണർഷിപ്പ് ഫേം, ബിൽ റിസീവബിൾ, എമൗണ്ട് ടു ബി റിസീവ്, നമുക്ക് കിട്ടാനുള്ള ബില്ലുകൾ റിസീവ് ചെയ്യാനുള്ള എമൗണ്ട്സ്, അതാണ് ബിൽ റിസീവബിൾ. പ്രീപെയ്ഡ് എക്സ്പെൻസസ്, നമ്മൾ എന്തെങ്കിലും എക്സ്പെൻസ് നേരത്തെ പ്രീപെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെൻറ്റ്, ഇൻഷുറൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഒക്കെ. അതുപോലെ ഡെപ്പോസിറ്റ് വിത്ത് ഗവൺമെൻറ് ഏജൻസീസ്, എക്സാമ്പിൾ കസ്റ്റം, പോർട്ട് ട്രസ്റ്റ്, ഇതൊക്കെ എന്താണ് നമ്മളെ ലോൺസ് ആൻഡ് അഡ്വാൻസസിൽ വരുന്നതാണ്. ഇനി മിസ്സെലേനിയസ് എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ള എക്സ്പെൻസ് നോട്ട് യെറ്റ് റിട്ടേൺ ഓഫ്, അഥവാ നമ്മൾ എക്സ്പെൻസസ് ഉണ്ടായിരിക്കുന്നത് നമ്മൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, അത് റിട്ടേൺ ഓഫ് ചെയ്യാത്ത, നമ്മൾ സെറ്റ് ഓഫ് ചെയ്യാത്ത ചില എക്സ്പെൻസസുകളാണ്. അതിൽ വരുന്നത് പ്രിലിമിനറി എക്സ്പെൻസസ്, കമ്പനി ഫോർമേഷൻ കോസ്റ്റ്, കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കുന്ന എക്സ്പെൻസസ് ആണ് പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറയുന്നത്. കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ് പെയ്ഡ് ഓൺ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്, അതുപോലെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂഡ് ഷെയർസ് ഓൺ ഡിബഞ്ചേഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ, ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, ഇതൊക്കെ എക്സ്പെൻസസുകളാണ്. ഇതൊക്കെ എവിടെയാണ് ഉണ്ടാവുക, അസറ്റ് സൈഡിലാണ് ഉണ്ടാവുക. മിസ്സലേനിയസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ അസറ്റ് സൈഡിലായിരിക്കും കാണിക്കുക.
അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇഫ് കമ്പനി ഹാസ് ലോസസ് ദാറ്റ് ആർ നോട്ട് കവേർഡ് ബൈ റിസർവ് ദ റിമൈൻ ലോസ് ഈസ് റെക്കോർഡ് ഹിയർ. എന്തെങ്കിലും നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്തെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് ലോസാണ് ഉണ്ടായിരിക്കുന്നത്, നമ്മൾ റിസർവ്സ് വെച്ചിട്ട് നമുക്കത് കവറേജ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ റിമൈനിങ് ലോസ് എവിടെയായിരിക്കും ഉണ്ടാവുക? അസറ്റ് സൈഡിലായിരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അത്രയൊക്കെയാണ് ഈ 6th ചാപ്റ്ററിനകത്തുള്ളത്. ഇനി 7th ചാപ്റ്റർ ഫൈനൽ അക്കൗണ്ട്സ് സെക്കൻഡ് പാർട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രിലിമിനറി എക്സ്പെൻസ്. പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പെൻസസിനെയാണ് പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറയുന്നത്. എന്തൊക്കെ വരാം? പ്രിൻറ്റിംഗ് ഓഫ് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ആവാം. അതുപോലെ എക്സ്പെൻസ് വരുന്നത് പ്രിൻറ്റിംഗ് ഓഫ് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, ലോയർ ഫീസ് ആവും, സ്റ്റാമ്പ് ഡ്യൂട്ടി ആവും, രജിസ്ട്രേഷൻ ആൻഡ് ഫയലിംഗ് ഫീസ് ആയിരിക്കാം. ഇതൊക്കെ ആയിരിക്കും അതിൽ വരുന്ന എക്സ്പെൻസുകൾ. ഇതിനെന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് കൺസിഡർ ചെയ്യാം. അത് 3 തൊട്ട് 5 വർഷത്തിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് റിട്ടേൺ ഓഫ് ചെയ്യാം. ദ റിട്ടേൺ ഓഫ് പോർഷൻ ഈസ് ചാർജ്ഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഓരോ വർഷവും എന്ത് ചെയ്യും? നമ്മൾ റിട്ടേൺ ഓഫ് ചെയ്യുന്ന പോർഷൻ അതിൽ ചാർജ് ചെയ്യും. ദ റിമൈനിങ് ബാലൻസ് ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് അണ്ടർ മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചർ ആൻഡ് ലോസസ്. നമ്മൾ റിട്ടേൺ ഓഫ് ചെയ്ത് ബാക്കി വരുന്ന എമൗണ്ട് എന്ത് ചെയ്യും? പിന്നെ എന്താണ് നമ്മൾ മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചർ ലോസസ് ആയിട്ട് അസറ്റ് സൈഡിൽ കാണിക്കും. അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പ്രിലിമിനറി എക്സ്പെൻസ് 9,000 ആയിരുന്നു. അപ്പം 3 വർഷത്തിൻ്റെ ഇടയിൽ അത് റിട്ടേൺ ഓഫ് ചെയ്യുകയാണ്. അപ്പം ഫസ്റ്റ് ഇയറിൽ അപ്പം അതിനെ 3 ഇയേഴ്സിലേക്ക് 3 ഭാഗമായിട്ട് എടുത്തു. അങ്ങനെ 30,000 ആയിട്ട്. അപ്പം എങ്ങനെയാണ്? ഇയർ ഫസ്റ്റിൽ പി ആൻഡ് എൽ അക്കൗണ്ടിൽ 3,000 ചാർജ് ചെയ്തു. അപ്പം റിമൈനിങ് എമൗണ്ട് എത്രയാണ്? 6,000. അപ്പോൾ ഈ 6,000 എന്ത് ചെയ്യും? മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചർ ലോസസ് എന്ന് പറഞ്ഞിട്ട് എവിടെ കാണിക്കും? അസറ്റ് സൈഡിൽ കാണിക്കും. പിന്നെ സെക്കൻഡ് ഇയറിൽ ആദ്യം 3,000 രൂപ എന്ത് ചെയ്തു? പി ആൻഡ് എൽ അക്കൗണ്ടിൽ ചാർജ് ചെയ്തു. അപ്പം ബാക്കി 3,000 റിമൈനിങ് 3,000 ഇവിടെ കാണിക്കും, അസറ്റ് സൈഡിൽ വീണ്ടും കാണിക്കും. തേർഡ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും 3,000 പി ആൻഡ് എൽ അക്കൗണ്ടിൽ ചാർജ് ചെയ്തു. അപ്പോൾ അസറ്റ് സൈഡിൽ നമുക്ക് കാണിക്കാൻ ഇനി ബാലൻസ് ഒന്നും ബാക്കിയില്ല. അപ്പോൾ അവിടെ ഓൾറെഡി സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സും ഷെയർസും നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് കമ്പനിക്ക് ഉണ്ടാകുന്ന എക്സ്പെൻസസുകളാണ് അവർ പേ ചെയ്തിരിക്കുന്ന കോസ്റ്റ്. അപ്പം അതിൽ വരുന്ന ചില കോസ്റ്റുകൾ എന്തൊക്കെയാണ്? അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്താണെന്ന് കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എന്നാലും ഒന്നുകൂടെ പറഞ്ഞുതരാം. അണ്ടർ റൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ പേഴ്സൺ, ഫേം ഓർ എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്നെങ്കിൽ അത് ഒരു വ്യക്തിയായിരിക്കാം, ഫേം ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. അവരെന്ത് ചെയ്യും? നമ്മളെ ഷെയർസ് വിൽക്കാമെന്ന് നമ്മൾക്ക് ഗ്യാരണ്ടി നൽകും. അല്ലെങ്കിൽ നമ്മളെ ഷെയർസോ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സോ, കമ്പനി ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡിബഞ്ചേഴ്സോ ഷെയർസോ വിറ്റ് നൽകാമെന്ന് ഗ്യാരണ്ടി നൽകുകയും, ഇനി പബ്ലിക് അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഷെയർസും അതുപോലെ ഡിബഞ്ചേഴ്സും പബ്ലിക് അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഈ അണ്ടർ റൈറ്റേഴ്സ് എന്ത് ചെയ്യും? അൺസോൾഡ് സെക്യൂരിറ്റീസ് അവർ തന്നെ വാങ്ങാമെന്ന് നമുക്ക് എന്ത് ചെയ്യും? ഗ്യാരണ്ടി നൽകും കമ്പനിക്ക്. അപ്പം പെയ്ഡ് ടു അണ്ടർ റൈറ്റേഴ്സ് ഹു ഗ്യാരണ്ടി സബ്സ്ക്രിപ്ഷൻ. അപ്പം അവർക്ക് നമ്മൾ നൽകിയിട്ടുള്ള പേയ്മെൻറ്റ് അതെന്താണ്? അതാണ് അത് ഉൾപ്പെടുന്നത് എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സിലാണ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. അണ്ടർ റൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ പേഴ്സൺ ഓഫ് ഫേമോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. അവർ നമ്മൾ കമ്പനി ഇഷ്യൂ ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസും ഡിബഞ്ചേഴ്സും എന്താണ് വിറ്റ് തരാമെന്ന് ഉറപ്പ് തരികയും അത് വിറ്റ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അൺസോൾഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസും ഡിബഞ്ചേഴ്സ് അവർ വാങ്ങാമെന്ന് പറഞ്ഞ് ഗ്യാരണ്ടി നൽകുന്ന വ്യക്തികളാണ്. അപ്പോൾ അവർക്ക് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് അത് വരുന്ന എക്സ്പെൻസസ് ഓൺ ഇഷ്യൂസ് ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചർ. അതുപോലെ ബ്രോക്കറേജ്, പേ ടു ബ്രോക്കേഴ്സ് ഫോർ ഗെറ്റിംഗ് ഇൻവെസ്റ്റേഴ്സിനെ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ബ്രോക്കറിൽ നൽകിയിരിക്കുന്ന പേയ്മെൻറ്റ്, മാനേജറിയൽ ഫീസ്, പേ ടു ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജ് ദ ഇഷ്യൂ. അതുപോലെ ഈ എക്സ്പെൻസസ് ഒക്കെ എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഇത് സെറ്റ് ഓഫ് എങ്ങനെയാണ്? റിട്ടേൺ ഓഫ് ചെയ്യുന്നത് എങ്ങനെയാണ്? 5 ഇയേഴ്സിലാണ്. 5 ഇയേഴ്സ് കൊണ്ടാണ് ഇതിനെ റിട്ടേൺ ഓഫ് ചെയ്യുക. ദ റിട്ടേൺ ഓഫ് എമൗണ്ട് അപ്പിയർ അണ്ടർ മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചർ ആൻഡ് ലോസസ്. നേരത്തെ പറഞ്ഞു. ഇന്ന് നമ്മൾ റിട്ടേൺ ഓഫ് ചെയ്യാത്ത ഈ എക്സ്പെൻസ് എന്ത് ചെയ്യും? അസറ്റ് സൈഡിൽ മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചർ ആൻഡ് ലോസസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അസറ്റ് സൈഡിൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. കമ്പനി 50,000 ഷെയർ 10 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തു. അപ്പോൾ 5 ലാഖിൻ്റെത് 5 ലാഖ് ടോട്ടൽ ഷെയർ ഇഷ്യൂ ചെയ്തു. കോസ്റ്റ് വരുന്നത് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് 2.5 ആണ്. 5 ലാഖിൻ്റെ 2.5 അണ്ടർ റൈറ്റേഴ്സിന് കമ്മീഷൻ കൊടുത്തു. എത്രയാണ്? 12,500 രൂപ അയാൾക്ക് കൊടുത്തു അണ്ടർ റൈറ്റേഴ്സിന്. കമ്പനി റിസീവ് ചെയ്തിരിക്കുന്ന അപ്ലിക്കേഷൻ എത്രയാണ്? 45,000 അപ്ലിക്കേഷൻസ് വന്നു. 5,000 ഷെയർ എന്ത് ചെയ്തു? 5,000 ഷെയർ അവിടെ എന്ത് ചെയ്തു?
അണ്ടർ റൈറ്റേഴ്സ് അത് എന്ത് ചെയ്തു, എടുത്തു. 5000 ബാക്കിയുള്ള 5000 റിമൈനിങ് ഷെയർ എന്ത് ചെയ്തു, അണ്ടർ റൈറ്റേഴ്സ് എടുത്തു. അപ്പം ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എന്തായിരിക്കും കാണിക്കാം, പ്രിലിമിനറി എക്സ്പെൻസസ് 9000, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എത്രയാണ്, 12500 രൂപയാണ് കാണിക്കുക. ഇനി ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂസ് ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. നമ്മൾ ഷെയർസും ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ട് നൽകുന്നതാണ്. ഡിസ്കൗണ്ട് മീൻസ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ബിലോ ദെയർ ഫേസ് വാല്യൂ. ഫേസ് വാല്യൂവിനേക്കാൾ കുറച്ചിട്ട് നമ്മൾ ഡിബഞ്ചേഴ്സും ഷെയർസും ഇഷ്യൂ ചെയ്യുന്നത് അത് ക്യാപിറ്റൽ ലോസ് ആണ്. അത് റിട്ടേൺ ഓഫ് ചെയ്യുന്നത് ക്യാപിറ്റൽ പ്രോഫിറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും. അതിന് റിട്ടേൺ ഓഫ് ചെയ്യുക ഓവർ 3 തൊട്ട് 5 വർഷത്തിൻ്റെ ഇടയിലായിരിക്കും അത് റിട്ടേൺ ഓഫ് ചെയ്യുക. ആൻഡ് റിട്ടേൺ ഓഫ് ബാലൻസ് എന്തായിരിക്കും, അസറ്റ് സൈഡിൽ മിസ്സലേനിയസ് എക്സ്പെൻഡിച്ചർ ആൻഡ് ലോസസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇനി പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിൽ നമ്മൾ പ്രീമിയം വരുന്നത് വെൻ ഷെയർസ് ആർ ഇഷ്യൂഡ് അബോ ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതൽ എമൗണ്ടിൽ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വിളിക്കും ഷെയർ പ്രീമിയം എന്ന് പറയും. ഇതിനെന്ത് ചെയ്യും, ഈ എമൗണ്ട് എന്ത് ചെയ്യും, നമ്മൾ ഷെയർ പ്രീമിയം അക്കൗണ്ടിലേക്ക് അഥവാ ക്യാപിറ്റൽ റിസർവിലേക്ക് എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ഈ എമൗണ്ട് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക, പ്രിലിമിനറി എക്സ്പെൻസസ് കവർ ചെയ്യുന്നതിന് വേണ്ടി, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ് കവർ ചെയ്യുന്നതിന് വേണ്ടി, ഡിസ്കൗണ്ട് ഓൺ ഷെയർ ആൻഡ് ഡിബഞ്ചേഴ്സ് കവർ ചെയ്യുന്നതിന് വേണ്ടി, അതുപോലെ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, ഇത്തരത്തിലുള്ള എക്സ്പെൻസസുകളൊക്കെ കവർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഷെയർ പ്രീമിയം അക്കൗണ്ടിലുള്ള എമൗണ്ട് യൂസ് ചെയ്യുക. റിമൈനിങ് ബാലൻസ് എന്ത് ചെയ്യും, റിസർവ് ആൻഡ് സർപ്ലസ് ഇൻ ദ ലയബിലിറ്റി സൈഡിൽ റിസർവ് ആൻഡ് സർപ്ലസ് ആയിട്ട് അവിടെ കാണിക്കും. ലയബിലിറ്റി സൈഡിലാണ് വരിക. ഇത് മുകളിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എക്സാമ്പിളോടെ കൊടുത്തിട്ടുണ്ട്. കമ്പനി ഇഷ്യൂഡ് 50,000 ഷെയർസ് അറ്റ് 12 ഈച്ച്. 12 രൂപയ്ക്ക് 50,000 ഷെയർസ് ഇഷ്യൂ ചെയ്തു. അതിൽ 2 റുപ്പീസ് എന്താണ്, പ്രീമിയമാണ്. അപ്പം ഫേസ് വാല്യൂ 10 ആയിരിക്കും, 2 റുപ്പീസ് പ്രീമിയം, അങ്ങനെ ടോട്ടൽ 12 രൂപ. അപ്പം ടോട്ടൽ പ്രീമിയം കളക്ട് ചെയ്തിരിക്കുന്ന 1 lakh ആണ്. 2 × 50,000 എത്രയാണ്, 1 lakh. അപ്പം ഷെയർ ഇഷ്യൂഡ് എക്സ്പെൻസസ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ പ്ലസ് ബ്രോക്കറേജ് എത്രയാണ് വന്നിരിക്കുന്ന എക്സ്പെൻസസ്, 22,500 രൂപയാണ്. അപ്പം ഷെയർ പ്രീമിയം അക്കൗണ്ട് ബാലൻസ് ടോട്ടൽ എങ്ങനെ വരും, 1,00,000 ഈ ഉണ്ടായിരിക്കുന്ന എക്സ്പെൻസ് എന്തെയും കവർ ചെയ്യും. അപ്പം 1,00,000 22,500 രൂപ കുറച്ചിട്ട് നമ്മൾ ഷെയർ പ്രീമിയം അക്കൗണ്ടിലേക്ക് എത്ര ബാലൻസ് ആണ് പോവുക, റിമൈനിങ് ആയിട്ടുള്ള 75,500 രൂപയായിരിക്കും പോവുക. ഇനി കോൾസ് ഇൻ അറേസ് ആൻഡ് കോൾസ് ഇൻ അഡ്വാൻസ്. കോൾസ് ഇൻ അറേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഷെയർ ഹോൾഡർ ഷെയറിൻ്റെ മുകളിലുള്ള കോൾസ് പേയ്മെൻറ്റ് ചെയ്യുന്നതിൽ ഫെയിലർ ആവുകയാണെന്നുണ്ടെങ്കിൽ, അയാൾ അതിൽ വീഴ്ച വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ആ അൺപെയ്ഡ് എമൗണ്ടിനെ കോൾ ഇൻ അറേസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യും. ഇനി അതിനെന്ത് ചെയ്യും, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എമൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യും, ഡിഡക്റ്റ് ചെയ്യും ബാലൻസ് ഷീറ്റിൽ. ഇനി കോൾ ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡർ ഓൾറെഡി എന്ത് ചെയ്യും, ഡ്യൂ ഡേറ്റിന് മുമ്പ് തന്നെ പേയ്മെൻറ്റ് ചെയ്യുന്നതാണ്. ദ എക്സസ് ഈസ് ക്രെഡിറ്റഡ് ടു എക്സസ് ആയിട്ടുള്ള എമൗണ്ട്, അതിൽ കൂടുതൽ വന്നിരിക്കുന്ന എക്സസ് എമൗണ്ട് എന്ത് ചെയ്യും, കോൾ ഇൻ അഡ്വാൻസ് എന്നുള്ള അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ഇതിനെന്ത് ചെയ്യും, സെപ്പറേറ്റ്ലി അണ്ടർ ഷെയർ ക്യാപിറ്റൽ ലയബിലിറ്റി സൈഡിലാണ് ഈ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് കാണിക്കുക. കോൾസ് ഇൻ അഡ്വാൻസ് ലയബിലിറ്റി സൈഡിലാണ് വരിക കേട്ടോ. ഇനി ഫോർഫീച്ചർ ഷെയർസ്. വെൻ ഷെയർ ഹോൾഡർ ഫെയിൽ ടു പേ കോൾസ് ദ കമ്പനി ഫോർഫീച്ചർ അഥവാ ക്യാൻസൽ ദ ഷെയർസ്. എന്താണ്, നമ്മൾ ഷെയർ ഹോൾഡർ കോൾസ് പേയ്മെൻറ്റ് ചെയ്യുന്നതിൽ ഫെയിൽ ആവുകയാണെന്ന് കമ്പനി എന്ത് ചെയ്യും, അതിന് ഫോർഫീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഷെയറിനെ ഒന്ന് ക്യാൻസൽ ചെയ്യും. അപ്പം ദ പെയ്ഡ് എമൗണ്ട് ഓൺ ഫോർഫീച്ചർ ഷെയർസ് ഈസ് ക്രെഡിറ്റഡ് ടു ഫോർഫീച്ചർ ഷെയർ അക്കൗണ്ട്. നമ്മൾ ഈ ഫോർഫീച്ചർ ഷെയറിൻ്റെ മുകളിൽ ചെയ്തിരിക്കുന്ന പേയ്മെൻറ്റ് എന്ത് ചെയ്യും, ഫോർഫീച്ചർ ഷെയർ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ഈ ഫോർഫീച്ചർ ഷെയർസ് ആർ റീഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. പിന്നീട് നമ്മൾ ഈ ഫോർഫീച്ചർ ഷെയർസ് വീണ്ടും നമ്മൾ ഡിസ്കൗണ്ടിൽ റീഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ ഡിസ്കൗണ്ട് ഈസ് അഡ്ജസ്റ്റഡ് അഗെയിൻസ്റ്റ് ഫോർഫീച്ചർ ഷെയർ അക്കൗണ്ട്. ഈ ഡിസ്കൗണ്ട് എന്ത് ചെയ്യും, ഫോർഫീച്ചർ ഷെയർ അക്കൗണ്ടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇനി എന്തെങ്കിലും ബാലൻസ് അവിടെ ബാക്കിയാവുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, ക്യാപിറ്റൽ റിസർവ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എക്സാമ്പിളോടെ കൊടുത്തിട്ട് 100 ഷെയർ ഫോർഫീച്ചർഡ്, 100 ഷെയർ ഫോർഫീച്ചർ ചെയ്തു 10 രൂപ വെച്ചിട്ട്. ഓൺലി 5 പെയ്ഡ് പെർ ഷെയർ, 5 രൂപ മാത്രമേ ഷെയറിൻ്റെ മുകളിൽ നൽകിയിട്ടുള്ളൂ. അപ്പോൾ ടോട്ടൽ ക്രെഡിറ്റ് ടു ഫോർഫീച്ചർ ഷെയർസ് അക്കൗണ്ട് 500 രൂപ. അപ്പോൾ 500 രൂപ മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. 5 രൂപ മാത്രമേ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളൂ. 10 രൂപയാണ് ഒരു ഷെയറിൻ്റെ മുകളിൽ, പക്ഷേ 5 രൂപയെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 500 രൂപ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. അപ്പം ഫോർഫീച്ചർ ഷെയർ അക്കൗണ്ടിലേക്ക് എത്രയാണ് പോവുക, 500. പിന്നീട് 60 ഷെയർ റീഇഷ്യൂഡ് അറ്റ് 7 പെർ ഷെയർ. പിന്നീട് എന്ത് ചെയ്തു, 60
ഷെയറിന് എന്ത് ചെയ്യും, റീഇഷ്യൂ ചെയ്തു 7 രൂപക്ക്. അതിൽ 3 രൂപ എന്ത് ചെയ്യും, നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ ഡിസ്കൗണ്ട് റീഇഷ്യൂ എത്രയാണ്, 150 3 × 16 എത്രയാണ്, 150 രൂപയാണ് കിട്ടുക. അപ്പം റിമൈനിങ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 120. ഈ 120 എവിടത്തേക്കും ക്രെഡിറ്റ് ടു ക്യാപിറ്റൽ റിസർവിലേക്ക് അത് പോകും. അടുത്ത ഡിപ്രീസിയേഷൻ ഫിക്സഡ് അസറ്റ്. ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫിക്സഡ് അസറ്റിൻ്റെ മുകളിൽ ഡിപ്രീസിയേഷൻ എവിടെയാണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് സൈഡിൽ നമ്മളത് ഇയർലി എന്ത് ചെയ്യും, നമ്മളത് എന്ത് ചെയ്യും, അത് ഡിഡക്ട് ചെയ്തുകൊണ്ട് വരും. അപ്പം ഷോൺ ഇൻ ബാലൻസ് ഷീറ്റ് അണ്ടർ ഫിക്സ്ഡ് അസറ്റ് ആസ് ഒറിജിനൽ കോസ്റ്റ് മൈനസ് അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു നെറ്റ് പ്ലോക്ക്. ഇതെങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാണാൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അടുത്തത് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. കമ്പനീസ് ക്യാൻ സെറ്റ് അസൈഡ് ആൻ എസ്റ്റിമേറ്റ് ടാക്സ് എമൗണ്ട് ഈച്ച് ഇയർ. കമ്പനിക്ക് എന്ത് ചെയ്യാം, എല്ലാ ഇയറിലും ഒരു എസ്റ്റിമേറ്റഡ് ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യും, മാറ്റി വെക്കും. അതെവിടെയാണ് കാണിക്കുക, ലയബിലിറ്റി സൈഡിൽ പ്രൊവിഷൻസിലാണ് കാണിക്കുക. ഷോൺസ് അണ്ടർ പ്രൊവിഷൻസിലാണ്, ലയബിലിറ്റി സൈഡിൽ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ടാക്സ് എമൗണ്ട് കാണിക്കുക. ഇനി ഡിവിഡൻസ്, ഇൻ്ററിം ഡിവിഡൻസ് എന്താണ് ഡിക്ലെയറിങ് ഡ്യൂറിങ് ദി ഇയർ. ഫൈനൽ ഡിവിഡൻറ്റ് AGM-ൽ ജനറൽ മീറ്റിങ്ങിൽ ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻ്റാണ്. പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് എമൗണ്ട് സെറ്റ് അസൈഡ് ബട്ട് നോട്ട് യെറ്റ് അപ്രൂവ്ഡ് ബൈ AGM. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഡിവിഡൻ്റാണ്, പക്ഷേ അത് AGM അപ്രൂവ് ചെയ്തിട്ടില്ല. ഇതൊക്കെ എവിടെ വരിക, ബാലൻസ് ഷീറ്റിൽ പ്രൊവിഷൻസിൻ്റെ അണ്ടറിലാണ് വരിക. അൺക്ലെയിംഡ് ഡിവിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇഫ് നോട്ട് കളക്റ്റഡ് ബൈ ഷെയർ ഹോൾഡർ ഷോൺ അണ്ടർ കറണ്ട് ലയബിലിറ്റീസിന്. ഡിവിഡൻസ് ഷെയർ ഹോൾഡേഴ്സ് കളക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെവിടെ കാണിക്കുക, കറണ്ട് ലയബിലിറ്റിയിലാണ് ഇത് കാണിക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സ് ഇൻട്രസ്റ്റ് ഈസ് യൂഷ്വലി പെയ്ഡ് ഹാഫ് ഇയർലി. ഡിബഞ്ചറിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് നമ്മൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുക, ഹാഫ് ഇയർലി ആയിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുക. ഈവൺ ഇഫ് ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ഫോർ ഓൺലി ഹാഫ് ദ ഇയർ, കമ്പനീസ് മസ്റ്റ് അക്കൗണ്ട് ഫോർ ഫുൾ ഇയർ ഇൻട്രസ്റ്റ്. ഇനി ഇൻട്രസ്റ്റ് നമ്മൾ ഒരു ഹാഫ് ഇയർലി മാത്രമായിട്ട് പേയ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യണം, ഫുൾ ഇയർ ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ അതിനെ അക്കൗണ്ട് ചെയ്യണം. ട്രാൻസ്ഫർ ടു റിസർവ്സ്. കമ്പനി ട്രാൻസ്ഫർ പാർട്ട് പ്രോഫിറ്റ് ടു ജനറൽ റിസർവ് ആൻഡ് സ്പെസിഫിക് റിസർവ്സ്. പ്രോഫിറ്റ്സിൻ്റെ ഒരു ഭാഗം കമ്പനി എന്ത് ചെയ്യും, ജനറൽ റിസർവ്സിലോ അല്ലെങ്കിൽ സ്പെസിഫിക് റിസർവ്സിലേക്കോ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. ഈ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റിൽ ഇതെന്ത് ചെയ്യും, കാണിക്കും. ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ബിഫോർ അപ്രോപ്രിയേഷൻ ഈസ് യൂസ്ഡ് ഫോർ, നമ്മൾ ബിഫോർ അപ്രോപ്രിയേഷൻ്റെ മുമ്പ് നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രോഫിറ്റ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക, ട്രാൻസ്ഫർ ടു റിസർവ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റിന് വേണ്ടി യൂസ് ചെയ്യും, പ്രൊവിഷൻ ഫോർ ടാക്സേഷനൊക്കെയാണ് ഈ എമൗണ്ട് യൂസ് ചെയ്യുക. ദ റിമൈനിങ് പ്രോഫിറ്റ് ഈസ് ക്യാരിഡ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഇയർ ആൻഡ് ഷോൺ അണ്ടർ റിസർവ് ആൻഡ് സർപ്ലസ് ലയബിലിറ്റി സൈഡിൽ. ഇനി ബാക്കി വരുന്ന നമ്മൾ ഈ പേയ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വരുന്ന എമൗണ്ട് എന്ത് ചെയ്യും, അടുത്ത ഇയറിലേക്ക് അതിനെ ക്യാരിഡ് ഫോർവേഡ് ചെയ്യും. അതിന് എന്ത് ചെയ്യുകയാണെങ്കിൽ ലയബിലിറ്റി സൈഡിൽ റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ അണ്ടറിലാണ് ഇത് വരിക. ഇഫ് ദർ ഇസ് നെറ്റ് ലോസ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ എന്ത് ചെയ്യും, ജനറൽ റിസർവിൽ ഇത് ഡിഡക്റ്റ് ചെയ്യും ഇൻ ദ ബാലൻസ് ഷീറ്റിൽ ജനറൽ റിസർവ്സിൽ അത് ഡിഡക്റ്റ് ചെയ്ത് മാറ്റും. ബാലൻസ് ഷീറ്റിനൊരു സമ്മറിയുടെ കൊടുത്തിട്ടുണ്ട്. ഐറ്റംസ് പ്രിലിമിനറി എക്സ്പെൻസ് എന്നത് മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചറാണ്, അസറ്റ് സൈഡിലാണ് ഉണ്ടാവുക. അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ ഷെയർ ഇഷ്യൂ എക്സ്പെൻസസ് അസറ്റ് സൈഡിൽ മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചറായിട്ട്. ഡിസ്കൗണ്ടിന് ഇഷ്യൂ ഓഫ് ഷെയർ ആൻഡ് ഡിബഞ്ചേഴ്സ് അസറ്റ് സൈഡിലാണ്. ഷെയർ പ്രീമിയം അക്കൗണ്ട് റിസർവ് ആൻഡ് സർപ്ലസ് ലയബിലിറ്റി സൈഡിലാണ് ഉണ്ടാവുക. കോൾ ഇൻ അറേസ് ലയബിലിറ്റി സൈഡിൽ ഡിഡക്റ്റ് ഫ്രം സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, നമ്മൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ത് ചെയ്യും, ഡിഡക്റ്റ് ചെയ്യും. കോൾ ഇൻ അഡ്വാൻസ് എന്താണ്, ഷെയർ ക്യാപിറ്റലിൽ അണ്ടറിലായിട്ട് വരും, ലയബിലിറ്റി സൈഡിലാണ് വരിക. ഫോർഫീച്ചർ ഷെയർ അക്കൗണ്ട് അതും എന്ത് ചെയ്യണം, ആഡ് ടു പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ലയബിലിറ്റി സൈഡിൽ. അതുപോലെ ഡിപ്രീസിയേഷൻ നമ്മൾ പറഞ്ഞു ഫിക്സ്ഡ് അസറ്റിൻ്റെ സൈഡിലാണ്, അവിടെ നിന്ന് ഡിഡക്റ്റ് ചെയ്യും. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ലയബിലിറ്റി സൈഡിലാണ് ഉണ്ടാവുക. പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് ലയബിലിറ്റി സൈഡിലാണ് ഉണ്ടാവുക. അൺക്ലെയിംഡ് ഡിവിഡൻറ്റ് കറണ്ട് ലയബിലിറ്റിയാണ്, ലയബിലിറ്റി സൈഡിലുണ്ടാവും. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചറും
ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതുപോലെ ട്രാൻസ്ഫർ ടു റിസർവ്സ് ആൻഡ് സർപ്ലസ് ലയബിലിറ്റി സൈഡിലാണ് ഉണ്ടാവുക. നെറ്റ് പ്രോഫിറ്റ് ബാലൻസ് പി ആൻഡ് അക്കൗണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് റിസർവ് ആൻഡ് സർപ്ലസ് ലയബിലിറ്റി സൈഡിലുണ്ടാവും. നെറ്റ് ലോസ് പി ആൻഡ് അക്കൗണ്ട് ഉണ്ടായിട്ടുള്ള ലോസ് ആണെന്നുണ്ടെങ്കിൽ ഡിഡക്ട് ഫ്രം ജനറൽ റിസർവ് അത് ഡിഡക്ട് ചെയ്യും. പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓഫ് കമ്പനി മസ്റ്റ് ഷോ ഫിഗർ ഓഫ് ദ കറണ്ട് ഇയർ ആൻഡ് ദ പ്രീവിയസ് ഇയർ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് നമ്മൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കറണ്ട് ഇയറിലതും പ്രീവിയസ് ഇയറിലെയും ഫിഗർ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കണം. The profit and loss account does not have fixed format but must contain required details as per legal provision. It can be presented verticalaയിട്ട് ഹൊറിസോണ്ടലായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. അതെങ്ങനെയാണ് അതിൻ്റെ ഫോമാറ്റ് എന്നുള്ളത് ടെക്സ്റ്റിനകത്തുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോമ്പണൻസ് ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് പാർട്ട് 1 എന്തൊക്കെയാണ് വരിക? ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ് ഉണ്ടാകും, അതിന് ലെസ് പർച്ചേസ് റിട്ടേൺ വരും, ക്യാരേജ് ഇൻവേർഡ്, വേജസ്, മാനുഫാക്ചറിങ് എക്സ്പെൻസസ്, പിന്നെ ഇവിടെ സെയിൽസ്, ലെസ് സെയിൽസ് റിട്ടേൺ, ക്ലോസിംഗ് സ്റ്റോക്ക്. നമുക്ക് ഇത്രയും ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുമ്പം ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ ഇവിടത്തേക്ക് ബ്രോ ഡൗൺ ചെയ്യും പാർട്ട് 2. പിന്നെ നമുക്ക് ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ഇവിടെ വരിക, ഡയറക്റ്റ് എക്സ്പെൻസസുകളും ഇവിടെ വരിക ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർമാറ്റ് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ്, ഇതിനകത്തുള്ള വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഈ ഭാഗത്ത് വരിക ഫസ്റ്റ്, ഇതിനകത്ത് ഡയറക്റ്റ് എക്സ്പെൻസുകളും ഇപ്പുറത്ത് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. അപ്പം റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്, ഫിനാൻഷ്യൽ എക്സ്പെൻസസ്, ഇൻട്രസ്റ്റ്, ടാക്സസിന് പിന്നെ നമുക്ക് കിട്ടും നെറ്റ് പ്രോഫിറ്റ് കിട്ടും. പാർട്ട് 3 റിസർവ്സ്, ഡിവിഡൻസ് ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യും. പിന്നീട് നമുക്ക് ബാലൻസ് ബ്രോഡൗൺ ഇവിടെ കൊടുക്കും, നെറ്റ് പ്രോഫിറ്റ് കിട്ടും, നെറ്റ് പ്രോഫിറ്റ് ക്യാരിഡ് ഓഫ് ചെയ്യും. അപ്പം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ചെറിയ വ്യത്യാസം വരുന്ന റിസർവ്സ്, ഡിവിഡൻസും ഒക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതിന് വ്യത്യാസം വരുന്നത് നമ്മൾ റിസർവ്സും ഡിവിഡൻസും ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. ഇനി ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും നമ്മൾ നേരത്തെ പറഞ്ഞു. ഷെയർ ക്യാപിറ്റൽ, ഓതറൈസ്ഡ്, ഇഷ്യൂഡ്, സബ്സ്ക്രൈബഡ് ഒക്കെ വരും. ലയബിലിറ്റി സൈഡിൽ വരുന്നതാണ് ഷെയർ ക്യാപിറ്റൽ, ഓതറൈസ്ഡ്, ഇഷ്യൂഡ്, സബ്സ്ക്രൈബഡ്. റിസർവ് ആൻഡ് സർപ്ലസ്, അതിനകത്ത് ക്യാപിറ്റൽ റിസർവ്, ജനറൽ റിസർവ്സ്, ലോണിൽ സെക്യൂർഡ്, അൺസെക്യൂർഡ്, കറണ്ട് ലയബിലിറ്റീസ്, ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡ് എക്സ്പെൻസ്, പ്രൊവിഷൻസ്. മുകളിൽ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇതൊക്കെയാണ് ലയബിലിറ്റി സൈഡിൽ വരിക. അസറ്റ് സൈഡിൽ വരിക ഫിക്സഡ് അസറ്റ്സ്, ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, ഇൻവെസ്റ്റ്മെൻറ്റ്, ഷെയർ ആൻഡ് ബോൺസ്, കറണ്ട് അസറ്റ്സ് ആയിട്ടുള്ള ക്യാഷ്, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ലോൺ ആൻഡ് അഡ്വാൻസസ്, മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ള പ്രിലിമിനറി എക്സ്പെൻസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇതൊക്കെയാണ് അസറ്റ് സൈഡിലും വരിക. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇല്ലുസ്ട്രേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. Spic and Span Limited was registered with an authorized capital. Authorized capital എത്രയാണ്? 3 lakh divided into 30,000 equity share. 30,000 ഇക്വിറ്റി ഷെയർ ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തു. 3 lakhൻ്റെ ഇക്വിറ്റി ഷെയർ ഡിവൈഡ് ഇൻറ്റു 30,000 ഇക്വിറ്റി ഷെയർ ഓഫ് 10 rupees ഈച്ച്. 10 rupees ഈച്ച്, 30,000 ഷെയർ 10 രൂപ ഈച്ച്, ഓരോ ഷെയറിനും 10 രൂപ വെച്ചിട്ട്. അപ്പം എത്രയാണ് ടോട്ടൽ എമൗണ്ട്? നമുക്ക് എത്ര കിട്ടും? 3 lakh കിട്ടും. 30,000 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു 3 lakh. അപ്പം ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 3 lakh ആണ്. എത്രയാണ്? 30,000 ഇക്വിറ്റി ഷെയർ, ഈച്ച് ഷെയർ എത്രയാണ്? 10 ഈച്ച് ആണ്. ദ കമ്പനി ഓഫേർഡ് 15,000 ഷെയർ ഫോർ പബ്ലിക് സബ്സ്ക്രിപ്ഷൻ. കമ്പനി എന്ത് ചെയ്തു? 15,000 വീണ്ടും 15,000 ഇക്വിറ്റി ഷെയർ പബ്ലിക്കിലേക്ക് എന്താണ് ഇഷ്യൂ ചെയ്തു. ഒരു ഷെയറിന് എത്ര രൂപ വെച്ചിട്ടാണ്? 7.50 രൂപയാണ് ഒരു ഷെയറിന്. അപ്പം മറ്റ് ട്രയൽ ബാലൻസിൽ വന്നിരിക്കുന്ന മറ്റ് ഡാറ്റാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊന്നുകൂടെ പറഞ്ഞുതരാം. 3 ലക്ഷത്തിൻ്റെ ഷെയർസ് ക്യാപിറ്റൽ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ 3 ലക്ഷം. അതിൽ എങ്ങനെയാണ് 30,000 ഇക്വിറ്റി ഷെയർ 10 രൂപ ഓരോ ഷെയറിനും വെച്ചിട്ട്, അപ്പം 3 lakh. കമ്പനി പിന്നീട് 15,000 ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്ത് ഒന്നിന് 7.50 രൂപ വെച്ചിട്ട്. ഇനി മറ്റുള്ള ലാൻഡ് വരുന്നത് 23,800 രൂപേൻ്റെ ലാൻഡ്, ബിൽഡിങ്, കോളിനറൈസ് 5,000 രൂപ വന്നിട്ടുണ്ട്, ബ്രോക്കറേജ് ഓൺ ഷെയർസ് 800, സ്റ്റോർ ആൻഡ് സ്പെയർ പാർട്സ് 18,000, പ്രിലിമിനറി എക്സ്പെൻസസ് 7,600, അൺഎക്സ്പയർഡ് ഇൻഷുറൻസ് 640, ലൈഫ് സ്റ്റോക്ക്
അങ്ങനെ കുറേ ഡാറ്റാസ് കൊടുത്തിട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ വന്നിരിക്കുന്നത് 1,12,500, സൺട്രി ക്രെഡിറ്റേഴ്സ് 1,24,600, ക്യാപിറ്റൽ റിസർവ്സ് 30,800, വേജസ് ഔട്ട്സ്റ്റാൻഡിങ് 1,820, ഗോഡൗൺ ഡ്യൂ റെൻറ്റ് ഡ്യൂ 700, ജനറൽ റിസർവ് 16,800, എംപ്ലോയി ബെനിഫിറ്റ് ഫണ്ട് 3000, സാലറി ഔട്ട്സ്റ്റാൻഡിങ് 1000, റിസർവ് ഓഫ് ഡബ്റ്റ്ഫുൾ ഡെപ്റ്റ്സ് 1,300, അൺപെയ്ഡ് ഡിവിഡൻറ്റ് 700. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരുന്നത് എത്രയാണ്? 57,500 രൂപ. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ നൽകിയിരിക്കുന്നത് ഔട്ട് ഓഫ് ദ ക്രെഡിറ്റേഴ്സ് 1,24,600 റുപ്പീസ് 84,600 ആർ ഡ്യൂ ടു ദ ബാങ്ക് ഫോർ ലോൺ സെക്യൂർഡ് ബൈ മോർട്ടേജ് ഓൺ ബിൽഡിംഗ് ആൻഡ് മെഷീനറി. അതുപോലെ 22,000 ഡ്യൂ ഓൺ അക്കൗണ്ട് ഓഫ് ലോൺ ഫ്രം സബ്സിഡറി കമ്പനി എന്നുള്ള ലോണിൽ ഡ്യൂ ആയിട്ടുണ്ട് 22,000 രൂപ. 84,600 ഡ്യൂ ആയിട്ടുണ്ട് എന്തിൻ്റെ മുകളിൽ? ലോൺ സെക്യൂർഡ് ബൈ മോർട്ടേജ് ഓൺ ബിൽഡിംഗ് ആൻഡ് മെഷീനറി. അതുപോലെ കമ്പനി ഏൺഡ് പ്രോഫിറ്റ് കമ്പനി ഏൺ ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് എത്രയാണ്? 61,200 ഡ്യൂറിങ് ദ ഇയർ. അതുപോലെ ദ ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ബോട്ട് ഫോർവേഡ് ഫ്രം ദ പ്രീവിയസ് ഇയറിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രോഫിറ്റ് ഇങ്ങോട്ടേക്ക് പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 38,600 പിന്നെ ദ ഫോളോയിങ് അപ്രോപ്രിയേഷൻ ഹാവ് ബീൻ ഡിസൈഡ് ഫ്രം ദ പ്രോഫിറ്റ്സ് എന്തൊക്കെയാണ്? 15,000 ഫൈനൽ ഡിവിഡൻ്റ് ആണ് പെയ്ഡ് ആസ് എ ഫൈനൽ ഡിവിഡൻറ്റ്. 16,800 ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്സ്. 3,000 ട്രാൻസ്ഫർ ടു എംപ്ലോയീസ് ബെനിഫിറ്റ് ഫണ്ടിലേക്ക് പോയി. 7,500 പെയ്ഡ് ബൈ വേ ടു ഇൻ്ററിം ഡിവിഡൻറ്റ് ഫോർ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ കറണ്ട് ഇയർ. അപ്പോൾ എത്രയാണ്? നമുക്ക് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കണം. അപ്പം ഫസ്റ്റ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നോക്കാം. ഇൻ്റർണൽ ഡിവിഡൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 7,500. ഫൈനൽ ഡിവിഡൻറ്റ് 15,000. ജനറൽ റിസർവിലേക്ക് എത്രയാണ് പോയിട്ടുള്ളത്? 16,800. ഇതൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. എംപ്ലോയി ബെനിഫിറ്റ് ഫണ്ട് എത്രയാണ്? 3,000. പ്രീവിയസ് ഇയർ ബാലൻസ് എത്രയാണ്? 38,600 രൂപയാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് എത്രയാണ് വരിക? 61,200. ഇപ്പം ബാലൻസ് ക്യാരിഡ് ഓഫ് എത്രയാണ്? 57,500 രൂപയാണ്. ഇനി ഇതിൻ്റെ നമുക്ക് ബാലൻസ് ഷീറ്റ് നോക്കാം. ഷെയർ ക്യാപിറ്റൽ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ മുകളിൽ പറഞ്ഞത്രയാണ് 3 ലാഖാണ് കിട്ടിയിരിക്കുന്നത്. 30,000 × 10 3 ലക്ഷം. ഇനി ഇഷ്യൂഡ് ആൻഡ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ 15,000 ഇക്വിറ്റി ഷെയർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഷെയർ കോൾഡ് അപ്പ് എത്രയാണ്? 1,12,500. കോളിന് അറൈസ് വന്നിട്ടുണ്ട്. എത്രയാണ്? 5,000 രൂപ. അപ്പം ഇത് ഡിഡക്ട് ചെയ്തിട്ടുള്ള പൈസ എത്ര വരും? 1,07,500 രൂപ. ഇനി ലയബിലിറ്റി സൈഡ് നോക്കാം. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ക്യാപിറ്റൽ റിസർവ്സ് 30,800, ജനറൽ റിസർവ്സ് 16,800. ഇതൊക്കെ മുകളിൽ നമ്മൾ ഡാറ്റയിൽ വന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എംപ്ലോയി ബെനിഫിറ്റ് ഫണ്ട് എത്രയാണ്? എംപ്ലോയി ബെനിഫിറ്റ് ഫണ്ട് 3,000. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് ക്യാരി ഡൗൺ ചെയ്ത് എത്രയാണ്? 57,500. ഇവിടെ ഈ എമൗണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്ത് സെക്യൂർഡ് ലോൺസ് ആയിട്ടുള്ള ഫ്രം ബാങ്ക് സെക്യൂർഡ് ബൈ മോർട്ടേജ് ഓൺ ബിൽഡിംഗ് ആൻഡ് മെഷീനറി 84,600. ഇവിടെ കൊടുത്തിന് അഡീഷണൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിന് 84,600 എന്താണ് ഡ്യൂ ആയിട്ടുണ്ട്. അതുപോലെ അൺസെക്യൂർഡ് ലോൺസ് വന്നിട്ടുണ്ട് ഫ്രം സബ്സിഡറി എത്രയാണ്? 22,000. ഇനി കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് ടെക്സ്റ്റ് ബുക്കിന് നോക്കാം. ഫുൾ പിക്ചർ എൻ്റെ ഇല്ല. ഇനി ഫിക്സഡ് അസറ്റിൽ എന്തൊക്കെയാണ്? ലാൻഡും ബിൽഡിങ്ങും പ്ലാന്റ് ആൻഡ് മെഷീനറി. അതിൽ ലൈഫ് സ്റ്റോക്ക് ഡിഡക്ട് ചെയ്തിട്ട് 1,80,000 എല്ലാം ആഡ് ചെയ്തിട്ട് ഇത്രയും ഫിക്സഡ് അസറ്റ്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് ലഭിക്കത്തില്ല 1,81,200 രൂപയുടെ ഫിക്സഡ് അസറ്റ്സ് ഉണ്ട്. ഇനി കറണ്ട് അസറ്റ്സിലേക്ക് പോകുമ്പോൾ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആൻഡ് കോസ്റ്റ് സ്റ്റോർസ് 50,000 ആൻഡ് സ്പെയർസ് 18,000. ലൂസ് ടൂൾസ് 24,000. സൺഡ്രി ഡെപ്റ്റേഴ്സ് പറഞ്ഞു 26,000. അതിൽ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് പറഞ്ഞിട്ടുണ്ട് 1,300. ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് 1,300 പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സൺഡ്രി ഡെപ്റ്റേഴ്സിന് 1,300 കുറക്കുക. അപ്പോൾ നമുക്ക് ലഭിക്കും 24,700. ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് 37,450 രൂപ. ലോൺസ് ആൻഡ് അഡ്വാൻസ്ഡ് അൺഎക്സ്പയർഡ് ഇൻഷുറൻസ്
640. ഇനി മിസ്ലിൻ എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ട്. പ്രിലിമിനറി എക്സ്പെൻസ് മുകളിൽ പറഞ്ഞിട്ടുണ്ട് 7600. ബ്രോക്കറേജ് ഓൺ ഷെയർസ് 800. ടെക്സ്റ്റ് ഒന്ന് നോക്കാം, ഇതിൽ ഫുൾ പിക്ചർ ഇല്ല. തന്നിരിക്കുന്ന ഡാറ്റ കറക്റ്റായിട്ട് അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ്, സിമ്പിളാണ്. ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുള്ളത്.